എല്ലാത്തരം ടൂറിസം സംരംഭങ്ങളും പരീക്ഷ വിജയിച്ച കേരളത്തിൽ ഇനി വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം സംരംഭങ്ങളും കടന്നു വരാൻ ഒരുങ്ങുകയാണ്. വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം രംഗത്തെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നതിനും കേരളത്തെ വെഡ്ഡിംഗ് മൈസ് ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനുമായുള്ള പ്രഥമ വെഡ്ഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് ഓഗസ്റ്റിൽ കൊച്ചിയിൽ അരങ്ങേറും. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയാണ് ഈ പ്രഥമ ഉദ്യമം സംഘടിപ്പിക്കുന്നത്. മീറ്റിങ്ങുകൾ, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസുകൾ, എക്സിബിഷനുകൾ എന്നിവയുടെ ചുരുക്കപ്പേരാണ് മൈസ്. ഈ 4 വിഭാഗങ്ങളും യാത്ര, ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേക ഉപവിഭാഗമാണ്. ബിസിനസ് ഇവൻറ്റുകളുമായും കോർപ്പറേറ്റ് ഒത്തുചേരലുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന മൈസ് ആയിരക്കണക്കിന് സന്ദർശകരെയാണ് ഓരോ പ്രദേശത്തും ആകർഷിക്കുന്നത്. ഇപ്പോൾ നിശ്ചയിച്ചത് പ്രകാരം ഓഗസ്റ്റ് 14 വൈകിട്ട് ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ വാണിജ്യ കൂടിക്കാഴ്ചകളും പ്രദർശനങ്ങളും അടങ്ങുന്ന കോൺക്ലേവ് ആരംഭിക്കും. 15, 16 തീയതികളിൽ കൊച്ചിയിലെ ലേ മെറിഡിയനിലാണ് വാണിജ്യ കൂടിക്കാഴ്ചകളും പ്രദർശനങ്ങളും പ്രധാനമായും നടക്കുക. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകൾക്കനുസരിച്ച് സംസ്ഥാന ടൂറിസം വ്യവസായത്തെ മാറ്റുകയാണ് ലക്ഷ്യം. ടൂറിസം രംഗത്ത് കേരളം മത്സരിക്കുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളുമായാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര രംഗത്തെ മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് സ്വയം കേരളം തയ്യാറെടുക്കുകയും വേണം എന്ന കാഴ്ചപ്പാടിൽ നിന്നുമാണ് ഈ പുതിയ വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം സംരംഭം ഉടലെടുക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പായാണ് കേരളത്തിൽ വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം സമ്മേളനം നടത്താൻ ധാരണയായതെന്ന് സംസ്ഥാന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിട്ടുണ്ട്. കേരള ട്രാവൽ മാർട്ടിൻ്റെ മികച്ച സാങ്കേതിക സംവിധാനം സമ്മേളനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് മന്ത്രിയുടെ നിലപാട്. പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ഈ സമ്മേളനത്തിനുള്ളതെന്ന് ടൂറിസം സെക്രട്ടറി കെ ബിജു പറയുന്നു. വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം മേഖലയിലെ പ്രധാന കേന്ദ്രമാക്കി കേരളത്തെ മാറ്റണം. കൊച്ചി, മൂന്നാർ, കുമരകം, കൊല്ലം, കോവളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, ബേക്കൽ എന്നിവിടങ്ങളിലെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ മൈസ് സമ്മേളനങ്ങൾക്ക് ഉപയോഗിക്കാൻ കേരളത്തിന് സാധിക്കും. ബീച്ചുകൾ, കായലുകൾ, മലനിരകൾ എന്നിവ കോർത്തിണക്കി വിവാഹ ടൂറിസം സംഘടിപ്പിക്കാം. സാംസ്കാരിക പൈതൃകം, പുരാതന വാസ്തുകല, രുചിയൂർന്ന ഭക്ഷണ രീതികൾ എന്നിവയെല്ലാം ഈ സമ്മേളനത്തിൻ്റെ ആശയവുമായി വിവിധ സംരംഭങ്ങളായി രൂപം പ്രാപിക്കുമെന്ന പ്രതീക്ഷയെന്നും ടൂറിസം സെക്രട്ടറി പറയുന്നു. വെഡ്ഡിംഗ് പ്ലാനിംഗ്, കോർപ്പറേറ്റ് സമ്മേളനങ്ങൾ തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വൻകിട കൺവെൻഷൻ സെൻ്ററുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഈ സമ്മേളനത്തിന് സാധിക്കുമെന്നാണ് കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറയുന്നത്. മൈസ് വെഡ്ഡിംഗ് മേഖലയിൽ കേരളത്തിനെ ലോകത്തിന് മുന്നിൽ നല്ലൊരു മാതൃകയായി കാണിച്ചു കൊടുക്കാനും സാധിക്കുമെന്നും അവർ പറയുന്നു. വൻകിട മൈസ് വെഡ്ഡിംഗ് കമ്പനികളുമായി ചേർന്ന് പരിശീലന കളരികൾ, നൂതന വിപണന തന്ത്രങ്ങൾ, ലോജിസ്റ്റിക്സ്, സാങ്കേതിക വിദ്യ വിന്യാസം എന്നിവ സംഘടിപ്പിച്ച് മൈസ് വെഡ്ഡിംഗ് മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് KTM സെക്രട്ടറി ജോസ് പ്രദീപ് പറയുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബയർമാർക്ക് കേരളം മുന്നോട്ട് വയ്ക്കുന്ന മൈസ് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനുകളിൽ സന്ദർശനം നടത്താം. അതിനുള്ള സംവിധാനവും സൗകര്യവുമൊക്കെ KTM ഒരുക്കും. കൊച്ചി, മൂന്നാർ, കുമരകം, കൊല്ലം, കോവളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, ബേക്കൽ എന്നീ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ സന്ദർശനം സംഘടിപ്പിക്കുക. കേരളത്തിൻ്റെ നിലവിലുള്ള മികച്ച ബീച്ചുകൾ, പൈതൃക മന്ദിരങ്ങൾ, കായൽ റിസോർട്ടുകൾക്ക് എന്നിവയ്ക്ക് പ്രത്യേക പ്രചരണം നൽകുമെന്ന് KTM സെക്രട്ടറി എസ് സ്വാമിനാഥൻ പറയുന്നു. വിവാഹ പാക്കേജുകൾ, മധുവിധ പാക്കേജുകൾ എന്നിവയും ഇതിനോടൊപ്പം അവതരിപ്പിക്കും. കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളായ കഥകളി, ശാസ്ത്രീയ സംഗീതം എന്നിവയ്ക്ക് പുറമെ പ്രാദേശിക രുചിഭേദങ്ങളും സമ്മേളനത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. ടൂർ ഓപ്പറേറ്റർമാർ, വെഡ്ഡിംഗ് പ്ലാനർമാർ, ആതിഥേയ വ്യവസായം എന്നിവയ്ക്ക് നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള B2B കൂടിക്കാഴ്ചകളും ഇവിടെ ഉണ്ടാകും. വെഡ്ഡിംഗ് മൈസ് ടൂറിസം മേഖലയിലെ പ്രദർശനമാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, സമ്മേളന സ്ഥലങ്ങൾ, സമ്മേളന സംഘാടകർ, സാങ്കേതിക പ്രവർത്തകർ എന്നിവരായിരിക്കും മൈസ് മേഖലയിലെ പ്രദർശനങ്ങൾ നടത്തുക. വിവാഹ സംഘാടകർ, ആഡംബര റിസോർട്ടുകൾ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സ്ഥലങ്ങൾ, പുഷ്പാലങ്കാരം, ഫോട്ടോഗ്രാഫി, കാറ്ററിംഗ്, ബ്രൈഡൽ സർവീസുകൾ എന്നിവർക്കാകും വെഡ്ഡിംഗ് മേഖലയിലെ പ്രദർശനത്തിൽ അവസരം ലഭിക്കുക. വാണിജ്യ കൂടിക്കാഴ്ചകൾക്ക് പുറമെ രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും നടക്കും. വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം രംഗത്തെ രാജ്യത്തെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റുമെന്നാണ് KTM 2024 ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ തുടർ ചർച്ചകളുടെ ഫലമായാണ് വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം മേഖലയിലെ ഈ ഒരു അന്താരാഷ്ട്ര സമ്മേളനം വരിക. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020858666511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.